ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആദരണീയരായ എല്ലാ ഹിന്ദുധർമ്മ വിശ്വാസികളെയും ഭാരതീയ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചത് ഷോഡശ കർമ്മങ്ങളെക്കുറിച്ചായിരുന്നു. ഷോഡശ കർമ്മത്തിൽ ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചിരുന്നു, ഒരു ജീവൻ അമ്മയുടെ ഗർഭത്തിൽ ഉത്ഭവിക്കുന്ന സമയം മുതൽ ആ ജീവൻ്റെ അന്ത്യേഷ്ടികർമ്മം വരെ 16 തലങ്ങൾ കടന്നു പോകണം എന്ന് ഞാൻ പറഞ്ഞു. ഇതിന് പറയുന്ന പേരാണ് ഷോഡശകർമ്മം. അതിൽ ഗർഭധാനത്തെക്കുറിച്ച്, പുംസവന കർമ്മത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് സീമന്തോന്നയനം എന്ന ചടങ്ങിനെക്കുറിച്ചാണ്. നമുക്ക് ഈ സീമന്തോന്നയന ചടങ്ങ് അത് വിശദീകരിക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം അതുപോലെ ഇവിടെ പോസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ, വീഡിയോകൾ യഥാസമയം നിങ്ങളുടെ കൈകളിലെത്തുവാൻ അത് അത്യന്താപേക്ഷിതമാണ്. കൂടാതെ ഇത് ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. സംശയമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. അങ്ങനെ നമുക്ക് ഇതൊരു ആധ്യാത്മിക ജ്ഞാന തലമാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരിലും ഈ സന്ദേശം എത്തണം. സീമന്തോന്നയന ചടങ്ങ് നടത്തുന്നത് ഇത് 6-ാം മാസത്തിലോ 8-ാം മാസത്തിലോ ഇത് ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത, നിലവിളക്ക് വെച്ച് ഗണപതി നിവേദിച്ച് മംഗളപ്രാർത്ഥനകളൊക്കെ കഴിച്ച് ഭർത്താവ് സങ്കല്പം ചെയ്യുമ്പോൾ മമ ഭാര്യയായ പ്രതിഗർഭ ബീജഗർഭ സമുദ്ഭവൈനോ നിപർഹണ ജനകാതിശയദ്വാര ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം സീമന്തോന്നയനം കരിഷ്യേ. ഇതാണ് ഭർത്താവ് ചൊല്ലേണ്ട സങ്കല്പമന്ത്രം. അങ്ങനെ സങ്കല്പം ചൊല്ലിക്കഴിഞ്ഞ് ആചാര്യന്മാർക്ക് ദക്ഷിണ നൽകി അവരെക്കൊണ്ട് അനുഗ്രഹിപ്പിക്കണം. അതിനുശേഷം പുരാണം പാരായണം ചെയ്ത്, ഗർഭിണിയെ പുരാണം പാരായണം ചെയ്ത് കേൾപ്പിക്കുന്ന ചടങ്ങാണ് സീമന്തോന്നയനം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഗർഭിണി പുരാണം കേട്ടാലുള്ള ഗുണം എന്താണ്? നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ പ്രായമുള്ള വല്യമ്മമാർ ഗർഭിണികളായ സ്ത്രീകളോട് പറയുമായിരുന്നു, മക്കളെ നിങ്ങൾ പോയിരുന്ന് ഭാഗവതം വായിക്ക്, അല്ലെങ്കിൽ രാമായണം വായിക്ക്. ഇത് എന്തിനു വേണ്ടിയാണ്? ഈ സ്വാത്വിക ഭാവം, പുരാണം പാരായണം ചെയ്യുമ്പോൾ നമ്മളിലുണ്ടാകുന്ന സ്വാത്വിക ഭാവം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോഴാണ് ഒരു കുഞ്ഞിൻ്റെ സാംസ്കാരികമായ വളർച്ച 83% പൂർത്തീകരിക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെയാണെന്നാണ് മെഡിക്കൽ സയൻസ് പോലും കണ്ടെത്തിയിരിക്കുന്നത്. ഇത് എത്രയോ വർഷം മുമ്പ് നമ്മുടെ പ്രാചീന ഋഷി പരമ്പരകൾ ഈ രഹസ്യം മനസ്സിലാക്കിയിരുന്ന അതിൻ്റെ ഫലമായിട്ടല്ലേ പുരാണം പാരായണം ചെയ്ത് കേൾപ്പിക്കാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ അമ്മയുടെ മാനസികാവസ്ഥ ആ ഗർഭസ്ഥ ശിശുവിനെയും ബാധിക്കും. അതുകൊണ്ടാണ് ഗർഭിണി പുരാണം പാരായണം ചെയ്ത് കേൾക്കണം. അപ്പോൾ അമ്മ കേൾക്കുമ്പോൾ ആ കുഞ്ഞിലും ഈ സാംസ്കാരികമായ ഭാവമുണ്ടാവും. അമ്മയിൽ നിന്നൊരു കോടുവയർ ഈ കുട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മളതിന് പൊക്കിൾക്കൊടി എന്നാണ് പറയുക. ഈ പൊക്കിൾക്കൊടി ബന്ധത്തിലൂടെ ഈ അമ്മയുടെ ജീവചൈതന്യം ഈ കുട്ടി ഊറ്റിയെടുത്ത് വളരുന്നതോടൊപ്പം അമ്മയുടെ മാനസിക വ്യാപാരങ്ങളൊക്കെ പ്രകടമാക്കുന്നതും, ഈ കുഞ്ഞിൻ്റെ മാനസിക വ്യാപാരങ്ങളൊക്കെ പ്രകടമാക്കുന്നതും അമ്മയിലൂടെയാണ്.
ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അമ്മ ഗർഭിണിയായ സ്ത്രീ നിർബന്ധമായും പുരാണങ്ങൾ നിത്യേന പാരായണം ചെയ്യണം. ഇത് നമുക്കറിയാം, ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട്, കാരണം നമ്മളൊക്കെ ഹൈ സ്പീഡാണല്ലോ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ച് അങ്ങനെ ആചാര്യന്മാരെ കൊണ്ട് അനുഗ്രഹിപ്പിച്ചതിന് ശേഷം നമുക്ക് പുരാണം പാരായണം ചെയ്ത് കേൾപ്പിച്ചതിന് ശേഷം ആചാര്യന്മാർ നമ്മുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കും. ഈ ഗർഭിണിയുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കും. ഓം വീരസൂസ്തം നമ, ജീവസൂസ്തം നമ, ജീവപത്നിസ്തം ഭവ എന്ന് അനുഗ്രഹിച്ചാണ് ഗണപതി വിടർത്തി ആ പൂജ സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്തേ.